തീർച്ചയായിട്ടും സ്വർണ്ണവില കുറയും. സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവ് ശരിക്കും പറഞ്ഞാൽ ഗോൾഡിന്റെ ഒരു പീക്ക് ടൈമാണ്. സീസണൽ ആയിട്ടുള്ള ഗോൾഡിൽ ഒരു മൂവ്മെന്റ്, ഒരു മുന്നേറ്റം കാണാറുണ്ട്. കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 45,000 കോടി മുതൽ 60,000 കോടി വരെ. 1 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ യഥാർത്ഥ ഗോൾഡിന്റെ വാല്യൂ അല്ലെങ്കിൽ ഗോൾഡിന്റെ തൂക്കം എന്ന് പറയുന്നത് 76,750 രൂപയുടെ ഗോൾഡ് ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത്. 4 വർഷം എടുക്കും നമ്മൾ ഇട്ട കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി. ഗോൾഡ് ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് മണ്ടത്തരമാണ്. ഡിസംബറിന് ശേഷം അത് ഇപ്പോഴത്തെ നിലയിൽ നിന്നും കുറച്ചും കൂടെ താഴെ കിട്ടാനാണ് സാധ്യത. സർവകാല റെക്കോർഡിൽ നിന്ന് തുടർച്ചയായി സ്വർണ്ണവില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1 ലക്ഷം രൂപ കടക്കാൻ വെറും 2,600 രൂപ മാത്രം ബാക്കി നിൽക്കെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സ്വർണ്ണവില കൂപ്പുകുത്തിയത്. ആഗോള വിപണിയുടെ ചൂട് പിടിച്ചാണ് കേരളത്തിലും സ്വർണ്ണവില കുറഞ്ഞിരിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന്റെ നിരക്ക് വൻതോതിലാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി വർദ്ധിച്ചിരുന്നത്. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ സ്വർണ്ണവില വീണ്ടും കുറയുമെന്ന പ്രതീക്ഷയിലാണ് ആഭരണ പ്രേമികൾ. നമ്മോടൊപ്പം ഫിനാൻഷ്യൽ പ്ലാനർ രതീഷ് കണ്ണങ്ങര CFP ഉണ്ട്. സാർ, കഴിഞ്ഞ ദിവസം ഫെബ്രുവരിയോടെ സ്വർണ്ണവില കുറയുമെന്ന് താങ്കൾ അഭിപ്രായപ്പെട്ടിരുന്നു. സ്വർണത്തിന് വില കുറയുമോ കൂടുമോ എന്നതിലുപരി പലരും ഈ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വില കൂടുന്നതിനിടയിലും സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ശരിക്കും സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമാണോ? നമുക്ക് നിക്ഷേപം എന്നുള്ള നിലയിലുപരിയായിട്ട് ഗോൾഡ് ഏതൊക്കെ രീതിയിൽ കൺസിഡർ ചെയ്യാം? ഒരു എക്കണോമിക് കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു സമ്പത്തിൻ്റെ അല്ലെങ്കിൽ നിക്ഷേപ മാർഗമായിട്ട് നമ്മൾ സ്വർണത്തെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വർണം പൊതുവേ ഒരു സുരക്ഷിത മാർഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതൊരു വ്യക്തിയുടെ അസറ്റായിട്ടാണ് ഇത് കൂടുതലും. രാജ്യങ്ങളുടെ റിസർവേഷൻ ഉള്ളതുപോലെ തന്നെ വ്യക്തികളുടെ അസറ്റിന്റെ ഭാഗമായിട്ടാണ്. എൻ്റെ കയ്യിൽ 100 രൂപ അസറ്റ് ഉണ്ട്, അതിൽ എത്ര ശതമാനം ഗോൾഡിൽ മാറ്റണം, അത് എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ്, എൻ്റെ വ്യക്തിപരമായ റിസ്കിനനുസരിച്ചിട്ടാണ്. ഇനി സുരക്ഷിതത്വം എന്നുള്ള രീതിയിൽ എന്നെ നമ്മൾ പരിഗണിക്കുമ്പോൾ എന്തിനുള്ള സുരക്ഷിതത്വം? ക്യാപിറ്റൽ ഇറോഷൻ, നമ്മൾ ഇട്ട കാശ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ നോക്കിയാൽ ഗോൾഡിനെ സംബന്ധിച്ച് ഇട്ട കാശ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഇന്നത്തെ നിലയിൽ വളരെ കുറവാണ്. അതേസമയത്ത് നമ്മൾ അത് ഒരു നിശ്ചിത വളർച്ചയെത്തി, ആ വളർച്ച ഇപ്പം നമ്മൾ 4,000 രൂപയ്ക്ക് വാങ്ങിച്ചത് 12,000 രൂപയായി. ആ 12,000 രൂപ ഇനി 10,000 രൂപയാവാൻ മാറാൻ സാധ്യതയുണ്ടോ? അതായത് പ്രോഫിറ്റിൽ ഇറോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ക്യാപിറ്റൽ ഇറോഷൻ അല്ല, പ്രോഫിറ്റിൽ ഇറോഷൻ. അങ്ങനെ വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇതൊരു നിക്ഷേപ ഉപകരണമാണ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്ലക്ച്വേഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ സുരക്ഷ എന്നുള്ള നിലയിൽ നമ്മളുടെ ടോട്ടൽ അസറ്റ്സിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താം. അതോടൊപ്പം തന്നെ ഒരു ക്യാപിറ്റൽ ഇറോഷനുള്ള സാധ്യത വളരെ കുറവാണ്. സ്വർണത്തിന്റെ വില ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് വില കുറവാണ്. നിലവിലെ സാഹചര്യത്തിൽ സ്വർണം വാങ്ങുന്നതാണോ അതോ കൂടുതലായുള്ള സ്വർണം വിറ്റ് ലാഭമുണ്ടാക്കുന്നതാണോ നല്ലത്? സ്വർണത്തിന്റെ സീസണൽ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ഒരു ബയർ സെല്ലർ അല്ലെങ്കിൽ നമ്മളൊരു വാങ്ങൽ വിൽപ്പന തീരുമാനം എടുക്കേണ്ടത്, നമുക്കറിയാം ഒരു കച്ചവടത്തിനാണെങ്കിൽ ലാഭത്തിനാണ്, അത് വിവിധ ആവശ്യങ്ങളെ അനുസരിച്ചിരിക്കും. അതായത് നമുക്ക് സ്വർണത്തിന് ഫിസിക്കൽ ആവശ്യകതയുണ്ട്. ഇപ്പോൾ വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ സ്വർണ്ണത്തെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ആവശ്യത്തിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത് അവിടെ ആവശ്യമാണ് പരിഗണന, ആ ആവശ്യത്തെ മുൻനിർത്തി നമുക്ക് വാങ്ങേണ്ടി വരും. അപ്പം ഈ മാസം വിവാഹം നടക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അതിനൊരു മാല വാങ്ങുക എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഭരണം എന്നുള്ളത് അതിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ അത് അവർ വാങ്ങാൻ പറ്റും. പക്ഷേ എക്കണോമിക് ആംഗിളിൽ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ നോക്കുമ്പോൾ ഒരു കുറഞ്ഞ വിലയിൽ വാങ്ങുകയും കൂടിയ വിലയിൽ വിൽക്കുകയും ചെയ്യുമ്പോഴാണ്, ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങുകയും ഏറ്റവും കൂടിയ വിലയിൽ വിൽക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തെ സീസണൽ ട്രെൻഡ് അനുസരിച്ച് ഒരു വർഷത്തിൽ മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവ് സാധാരണഗതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഘടകം സീസണൽ ട്രെൻഡിൽ അവസാനിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവ് ശരിക്കും പറഞ്ഞാൽ ഗോൾഡിന്റെ ഒരു പീക്ക് ടൈമാണ്. ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന വിലയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയല്ല ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഒരു വർഷത്തെ ഒരു എക്കണോമിക് ആംഗിളിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ ചിന്തിച്ചാൽ ഇതൊരു നല്ല സമയമാവണമെന്നില്ല. കാരണം ഒരു ഡിസംബറിന് ശേഷം വീണ്ടും അത് താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റു പല ഘടകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര ഘടകങ്ങളും കൂടെ ഇതിന്റെ ഭാഗമാണ്. ഗോൾഡിന്റെ സംബന്ധിച്ച് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയും.
അതായത് ലോജിക്കലായിട്ട് ഗോൾഡിന് എന്ത് വില, ആ വില നിശ്ചയിക്കുന്ന പല ഘടകങ്ങൾ. ഗോൾഡിനെ സംബന്ധിച്ച് പല ഘടകങ്ങളാണ് ഗോൾഡിന്റെ വിലയെ സ്വാധീനിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ US ജോബ് ഡേറ്റ മുതൽ തുടങ്ങി അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ മുതൽ തുടങ്ങി നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ട് രൂപയുടെ മൂല്യശോഷണം, അതോടൊപ്പം നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ്, ഈ ഘടകങ്ങളെല്ലാം തന്നെ ഗോൾഡിന്റെ വിലയെ സ്വാധീനിക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും ദീർഘകാല അസറ്റ് എന്നുള്ള നിലയിൽ ഒരാളുടെ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 10% വരെ സാധാരണഗതിയിൽ ഗോൾഡിനെ നമ്മൾ അസറ്റ് അലോക്കേഷനായിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ദീർഘകാല നിക്ഷേപമായിട്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. പക്ഷേ അതിൻ്റെ ഒരു നല്ല പ്രൈസാണ് എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇപ്പോഴുള്ളത്. അങ്ങനെയാണെങ്കിൽ സാറിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച നിക്ഷേപം ഏതാണ്? അത് പറയാകുമ്പോൾ ശരിക്കും പറയുന്നത് നമ്മൾ ദീർഘകാല നേട്ടം നമ്മൾ പരിശോധിക്കണം. 1979 മുതൽ ഞാൻ നേരത്തെ പറഞ്ഞത് 94 രൂപ സ്വർണം ഉണ്ടായിരുന്നു, ഇന്ന് 12,000 രൂപ ഉണ്ടായി. ഏകദേശം അതിൻ്റെ ഇന്ത്യൻ പ്രൈസിലുള്ള CAGR 11%. അത് ഇന്നത്തെ നിലയിൽ നോക്കുമ്പോഴേ അതിന് മറ്റൊരു തരത്തിൽ നമ്മളൊരു കാൽക്കുലേഷൻ റോളിംഗ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു 9-10 വർഷത്തെ റോളിംഗ് റിട്ടേൺ, മന്ത്ലി റോളിംഗ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ശരാശരി ഗോൾഡിന് കിട്ടാൻ സാധ്യതയുള്ളത് 9% വരെയുള്ള റിട്ടേൺ പോസിബിലിറ്റിയാണ് ഈ ഒരു മാർക്കറ്റിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗോൾഡിന് ഇന്റർനാഷണൽ പ്രൈസ് അതിനേക്കാൾ രസകരമാണ്. അത് 5.6% വളർച്ചയുള്ളൂ വാർഷിക ശരാശരിയിലാണ് നമ്മളത് കണക്ക് കൂട്ടുന്നത്. മൂന്നാമത് ബാങ്കുകളിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 1979 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നൊരു 5,500 രൂപ ഉണ്ടാവുമായിരുന്നു. ഏകദേശം 9% ശരാശരി ഇട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ. ഇനി നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് അഥവാ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ 1979 100 rupees ഉണ്ടായിരുന്ന സ്റ്റോക്ക് മാർക്കറ്റ് സെൻസെക്സ് ഇന്ന് ട്രേഡ് ചെയ്യപ്പെടുന്നത് 82,000-ലാണ്, 82,000, ഏകദേശം 820 ഇരട്ടി. ശരാശരി 13% CAGR-ൽ, 16% CAGR-ലാണ്, 13% റോളിംഗ് റിട്ടേണിലാണ് അത് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അസറ്റ് അലോക്കേഷന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഗോൾഡും നമുക്ക് ഉൾപ്പെടുത്താം. അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായിട്ട് ബാങ്ക് ഉൾപ്പെടുത്താം. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലുള്ളത് നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റും. അതോടൊപ്പം തന്നെ വെൽഫെയർ സ്കീംസ്, NPS പോലെയുള്ള മറ്റ് ഘടകങ്ങളും കൂടെ ഉൾപ്പെടുത്താൻ പറ്റും. അസറ്റ് അലോക്കേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ 100 രൂപ നമ്മുടെ ആസ്തി, ആ ആസ്തിയെ നമ്മൾ വിന്യസിക്കുമ്പോൾ അതിലൊരു ഭാഗം തീർച്ചയായിട്ടും പ്രീഷ്യസ് മെറ്റൽ എന്നുള്ള നിലയിൽ ഗോൾഡ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ദീപാവലി കഴിഞ്ഞിരിക്കുന്നു. പല സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നത് ദീപാവലിയോടെ സ്വർണത്തിന് 1 ലക്ഷം രൂപ കടക്കുമെന്നായിരുന്നു. പക്ഷേ മറ്റു ചിലർ പറഞ്ഞത് വില കൂടുന്നത് താൽക്കാലിക പ്രതിഭാസമാണ്, വില കുത്തനെ ഇടിയും എന്നൊക്കെയാണ്. സാർ കരുതുന്നുണ്ടോ സ്വർണത്തിന് വില കുത്തനെ ഇടിയുമെന്ന്? സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇങ്ങനെ പറയുന്ന അനലിസ്റ്റുകൾ എന്തൊക്കെ ഘടകങ്ങളാണ് പരിശോധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും വില കുറയാം. നമ്മുടെ ഇന്ത്യൻ പ്രൈസിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം നമ്മുടെ GST ആണ്. രണ്ടാമത് നമ്മുടെ ഇമ്പോർട്ട് ടാക്സ് ആണ്. ഇത് രണ്ടും കുറയാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും സ്വർണ്ണവില കുറയും. ഇന്റർനാഷണൽ ടെൻഷൻസ്, പ്രത്യേകിച്ചും ഇസ്രായേൽ പാലസ്തീനുള്ള ടെൻഷൻസ്, അതൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അത് മാറിയാൽ സ്വർണ്ണവില കുറയാം. അതോടൊപ്പം തന്നെ റഷ്യ ഉക്രൈൻ വാർ, അത് മാറിക്കഴിഞ്ഞാൽ അതും കുറയാൻ സാധ്യതയുണ്ട്. US എക്കോണമി കൂടുതൽ മെച്ചപ്പെട്ടാൽ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. US എക്കോണമിയിലെ US ജോബ് ഡേറ്റ കൂടുതൽ മെച്ചപ്പെട്ടാൽ തീർച്ചയായിട്ടും സ്വർണ്ണവില ഇറങ്ങാം. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്വർണ്ണവില ഇറങ്ങാനുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ സ്വർണ്ണവിലയെ ലോജിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ, ഇറങ്ങും എന്ന് പറയുമ്പോൾ ആ ഘടകങ്ങൾ എത്രത്തോളം വരുന്നു, സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് എത്രത്തോളം നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും സ്വർണ്ണവിലയുടെ ഇപ്പോഴത്തെ നിലയിലുള്ള ഇറക്കത്തിനുള്ള സാധ്യത. ഇപ്പോഴത്തെ നിലയിൽ അത് മാറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് പ്രൈസ് താഴെ വരുമെന്നാണ്, വരുന്ന ഡിസംബറിന് ശേഷം അത് ഇപ്പോഴത്തെ നിലയിൽ നിന്നും കുറച്ചും കൂടെ താഴെ കിട്ടാനാണ് സാധ്യത. ഈ ആഗോളതലത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ സ്വർണ്ണവിലയെ നന്നായി ബാധിക്കുന്നുണ്ടല്ലോ. ശരിക്കും എന്തൊക്കെ കാരണങ്ങളാണ് ഈ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്? സ്വർണം ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. സ്വർണത്തിനെ വിലയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. ആ നിരവധി ഘടകങ്ങളെ ഒന്ന് പരിശോധിക്കുമ്പോഴാണ് സ്വർണ്ണവിലയെ ഇനിയും കൂടുമോ കുറയുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, അന്താരാഷ്ട്ര വിപണിയിൽ ഇതൊരു വളരെ വലിയ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ് സ്വർണം എന്ന് പറയുന്നത്. ഇതൊരു അന്താരാഷ്ട്ര ഉൽപ്പന്നമാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ രീതിയിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ്.
അപ്പോൾ പല ഫാക്ടറുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിനെ ബാധിക്കുന്നത്, അതനുസരിച്ചിരിക്കും സ്വർണ്ണവില കൂടാനും കുറയാനുമുള്ള കാരണം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1979 നമ്മളൊരു അടിസ്ഥാന വർഷമായിട്ട് പരിഗണിച്ചാൽ നമ്മൾ സ്വർണത്തിൻ്റെ അന്നത്തെ വില ഇന്ത്യൻ വിലയിൽ 1 ഗ്രാമിന് 94 രൂപയാണ്. ഇന്നത്തെ വില 12,000 രൂപയാണ്. ഏകദേശം 130 ഇരട്ടിയാണ് ഇന്ത്യൻ വിലയിൽ വർധന ഉണ്ടായിട്ടുള്ളത്. അന്താരാഷ്ട്ര വിപണിയിലെ നമ്മൾ വില പരിശോധിച്ച് കഴിഞ്ഞാൽ അന്ന് ഒരു ഔൺസ് എന്ന് പറയുന്നത് ഇന്ന് 31.1 ഗ്രാമാണ് ഒരു ഔൺസ് ഗോൾഡ് എന്ന് പറയുന്നത്. അന്ന് അന്താരാഷ്ട്ര വിപണിയിൽ $304 ആയിരുന്നത് ഇന്ന് $4,200 ഏകദേശം 13 ഇരട്ടിയാണ് അവിടെ വർധന ഉണ്ടായത്. അതായത് ഇന്ത്യൻ വിലയിൽ 130 ഇരട്ടിയും അന്താരാഷ്ട്ര വിപണിയിൽ 13 ഇരട്ടിയും. എങ്ങനെയാണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നത്? അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് രൂപയുടെ മൂല്യശോഷണം. രൂപയുടെ മൂല്യശോഷണം അന്ന് 9 രൂപ ഉണ്ടായിരുന്ന ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ റുപ്പി 9 രൂപയായിരുന്നത് ഇന്ന് 87 രൂപയാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകം രൂപയുടെ മൂല്യശോഷണമാണ്. രൂപയുടെ വില ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് വർദ്ധിക്കുക, 87 രൂപ എന്നുള്ളത് 85 രൂപയായാൽ സ്വർണ്ണവില വീണ്ടും കുറയും. അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി മറ്റു ചില ഘടകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അന്താരാഷ്ട്ര ഉൽപ്പന്നമായതുകൊണ്ട് അന്താരാഷ്ട്രപരമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ഗ്ലോബൽ അൺസർട്ടനിറ്റിയാണ്. ലോകത്ത് എവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടുന്നത് ഒരു സേഫ് അസറ്റ് എന്നുള്ള നിലയിൽ സ്വർണത്തിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെ പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് കോവിഡിന് ശേഷം ഏറ്റവും വലിയ ഒരു പ്രശ്നം ഉണ്ടായത് പ്രത്യേകിച്ച് അമേരിക്കയിൽ അവരുടെ 35 വർഷത്തെ ഏറ്റവും വലിയ പണപ്പെരുപ്പമാണ് അവർ അനുഭവിച്ചത്. അവർ ഇനിയും അതിൽ നിന്ന് മുക്തമാകാനുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ പണപ്പെരുപ്പത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലേഷന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡ്ജിങ് ടൂളായിട്ട് ഗോൾഡ് മാറിയിട്ടുണ്ട്. ഗോൾഡിന്റെ വില പലപ്പോഴും US എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, US-ന്റെ ജോബ് ഡേറ്റയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ US എക്കോണമി അത്രയും നല്ലൊരു അന്തരീക്ഷത്തിലല്ല, നല്ലൊരു കണ്ടീഷനല്ല US എക്കോണമി ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡ് പ്രൈസ് അന്താരാഷ്ട്ര വിപണിയിൽ വർദ്ധിക്കാനുള്ള ഒരു കാരണമാണ്. രണ്ടാമതൊരു കാരണം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ നമുക്കറിയാം ഗോൾഡ് റിസർവ് റേഷ്യോ. അമേരിക്കയുടെ കയ്യിൽ 8000 ടൺ ഗോൾഡ് ഉണ്ട്, ഇന്ത്യയുടെ കയ്യിൽ ഏകദേശം 800 ടണ്ണോളം ഗോൾഡ് ഉണ്ട്. അതേസമയത്ത് ചൈന കഴിഞ്ഞ 2012 മുതൽ കാര്യമായിട്ട് ഗോൾഡ് റിസർവ് റേഷ്യോ കൂട്ടിയിട്ടുണ്ട്. അഥവാ ഗോൾഡിനെ ഒരു ഓൾട്ടർനേറ്റീവ് കറൻസി ആയിട്ട് ലോകം മുഴുവൻ കഴിഞ്ഞ ഒരു 10-12 വർഷമായി അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ഒരു ഓൾട്ടർനേറ്റീവ് കറൻസി പോലെ ഗോൾഡ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗോൾഡ് റിസർവ് റേഷ്യോ പല രാജ്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെയിലും ഇറാഖിന്റെയിലും പോലും ഗോൾഡ് റിസർവ് റേഷ്യോ കൂടിയിട്ടുണ്ട്. പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ ഗോൾഡ് റിസർവ് റേഷ്യോ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗോൾഡ് റിസർവ് രാജ്യങ്ങൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് മറ്റൊരു ഘടകമാണ്. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനവിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും അധികം സ്വർണ്ണ വില വർധന ഉണ്ടായിട്ടുള്ള 2023 മുതൽ ഇതുവരെയുള്ള കാലഘട്ടം $2,000 നിന്നും $4,000 ഇരട്ടിയായിട്ട് അന്താരാഷ്ട്ര വിപണിയിൽ വർദ്ധിക്കുകയുണ്ടായി. ഇത്തരത്തിലൊരു മുന്നേറ്റം ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയൊരു മുന്നേറ്റമാണ് അന്താരാഷ്ട്ര വിപണിയെ സംബന്ധിച്ച്. ഇന്ത്യൻ വിപണിയിൽ റുപ്പി മൂല്യശോഷണം അത്രയധികം വർദ്ധിച്ചിട്ടില്ല. അതുകൂടി സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഗോൾഡിന്റെ വില 1.5 ലക്ഷത്തിന് മുകളിൽ കടന്നു പോകുമായിരുന്നു. കാരണം റുപ്പി ഡിവാലുവേഷൻ ഈ പറഞ്ഞ കാലയളവിൽ ഈ 1.5 വർഷത്തെ നമുക്ക് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കയ്യിൽ ധാരാളം ഫോറിൻ കറൻസി ഗോൾഡ് റിസർവ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഫോറിൻ കറൻസി റിസർവ് അല്ലെങ്കിൽ കറൻസി റിസർവ് സഫീഷ്യൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഏകദേശം $750 ബില്യൺ കറൻസി റിസർവ് നമ്മുടെ കയ്യിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്രൂഡ് ഓയിൽ ട്രാൻസാക്ഷൻ നമ്മൾ അന്താരാഷ്ട്ര വിപണിയിൽ നമ്മൾ റൂബിൾ ട്രാൻസാക്ഷനിലാക്കുകയും ഡോളർ ടെർമിനോളജിയെ മാറ്റുകയും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഡോളറൈസേഷനുള്ള ഒരു മുൻകൈ എടുത്തിരിക്കുന്നത് ഇന്ത്യയാണ്. ബ്രിക്സ് രാജ്യങ്ങൾ പോലും ഇന്ന് പ്രാദേശിക കറൻസിയിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു കാരണം കൊണ്ട് ഇന്ത്യൻ കറൻസി കാര്യമായിട്ട് മൂല്യശോഷണം വന്നിട്ടില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇന്ത്യൻ വിപണിയിൽ ഗോൾഡിന്റെ വില എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിപണിക്ക് അനുസൃതമായിട്ട് മാറുകയും കൂടുതൽ അത് 1.5 ലക്ഷത്തിൽ പോയി എത്തുകയും ചെയ്യുമായിരുന്നു. ഇതാണ് ഇനി വരുന്നൊരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റു ചില പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അത് സീസണൽ ട്രെൻഡാണ്. കഴിഞ്ഞ 25 വർഷത്തെ ഡേറ്റ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 21 വർഷം സീസണലായിട്ടുള്ള ഗോൾഡിൽ ഒരു മൂവ്മെൻറ്റ്, ഒരു മുന്നേറ്റം കാണാറുണ്ട്. ജൂണും ജൂലൈയും കഴിയുമ്പോഴത്തേക്ക് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ എല്ലാ വർഷങ്ങളിലും സാധാരണയായിട്ട്
ഒരു വലിയ മുന്നേറ്റമുണ്ട്. ഇന്ത്യയുടെയും ചൈനയുടെയും കൺസംഷൻ ഏറ്റവും അധികം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം ഗോൾഡ് ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു കമ്മോഡിറ്റി കൂടിയാണ്. അപ്പൊ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ലോജിക്ക് മാത്രമല്ല ചില ട്രിഗറിങ് ഫാക്ടർ ഉണ്ട്. ആ ട്രിഗറിങ് ഫാക്ടറിൽ ഒന്നെന്ന് പറയുന്നത് ചെറിയ തോതിലാണെങ്കിൽ പോലുമുള്ള പർച്ചേസ് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് വരികയാണെങ്കിൽ അതും ആ ട്രേഡിംഗ് ഫാക്ടറിനെ ബാധിക്കും. ഇതും ഗോൾഡിന്റെ വിലയെ കൂടാനുള്ള കാരണമായിട്ടുണ്ട്. ഇനി നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഇനിയും അത് ഒരു ഡിസംബർ വരെ അങ്ങനെയാണെങ്കിൽ സീസണൽ ട്രെൻഡ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ ഒരു ബൈയിങ് ട്രെൻഡും സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ സെല്ലിംഗ് ട്രെൻഡുമാണ് കാണുന്നത്. ഇപ്പോൾ ഗോൾഡിന്റെ ഫ്യൂച്ചർ ട്രേഡിങ്ങിൽ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ നോക്കി കഴിഞ്ഞാൽ, ഫ്യൂച്ചർ കോൺട്രാക്ട് നോക്കി കഴിഞ്ഞാൽ ദീർഘകാല കോൺട്രാക്റ്റുകൾ നമ്മൾ ഇപ്പോഴത്തെ കോൺട്രാക്റ്റിൽ നിന്നും മൈനസ് ആണ് കാണിക്കുന്നത്. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരിക്ക് ശേഷം അത് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ സ്വർണ്ണവില കൂടുമ്പോൾ യഥാർത്ഥത്തിൽ ജ്വല്ലറിക്കാർക്ക് ചാകരയാണ്, അവർക്ക് വലിയ ലാഭം കിട്ടുമെന്നൊക്കെ. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഒപ്പം തന്നെ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നിലവിൽ ഒരു പവൻ സ്വർണം 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിയാൽ ഒരു അത്യാവശ്യ കാര്യത്തിന് അതേ സ്വർണം ഞാൻ വിൽക്കാൻ ചെന്നാൽ എനിക്ക് എത്ര രൂപ വരെ നഷ്ടമുണ്ടാകും? സ്വാഭാവികമായിട്ടും അവരുടെ ലാഭം എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സിനെ ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ടാണ്. ശരിക്കും സ്വർണ്ണവില അന്താരാഷ്ട്ര ഇറക്കുമതി ചെയ്യുന്നത് നമുക്കറിയാം സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ്. നമ്മുടെ ഗോൾഡ് ഏജൻസികൾ പ്രത്യേകിച്ചും HDFC, SBI ഗോൾഡ് അവരൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിക്കുന്നു. ആക്ച്വലി ഇവിടെ സ്വർണത്തിന്റെ ഗോൾഡിന്റെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതാണ് ഇമ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ക്രൂഡ് ഓയിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ബില്ലുള്ളതാണ്. ഇപ്പം രണ്ടാമതൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ സ്വർണത്തിൻ്റെ ഉപഭോഗം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 60 ടൺ, ഏകദേശം 60,000 കിലോഗ്രാം സ്വർണമാണ് കേരളത്തിൽ കൺസ്യൂം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ NRIs കൊണ്ടുവരുന്ന പണത്തിൽ വലിയൊരു ഭാഗം സ്വർണത്തിലും റിയൽ എസ്റ്റേറ്റിലുമാണ് നിക്ഷേപം പോകുന്നത്. വ്യവസായങ്ങൾ നമുക്ക് കുറവായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസ് കുറവായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് ഈ സ്വർണത്തിലും അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റിലുമാണ്. ഏകദേശം 45,000 കോടി മുതൽ 60,000 കോടി രൂപയുടെ ബിസിനസ്സാണ് 3 കോടി ജനസംഖ്യയുള്ള 3% ജനസംഖ്യയുള്ള ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുള്ള കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 45,000 കോടി മുതൽ 60,000 കോടി വരെ. അപ്പോൾ അവിടെ നമുക്ക് സ്വർണ്ണ ആഭരണങ്ങൾക്ക് വളരെ ഭ്രമമുണ്ട്. അപ്പോൾ അതൊരു നിക്ഷേപമായിട്ടും പലരും കരുതുന്നുണ്ട്. അതിന്റെ നിക്ഷേപ സാധ്യതയെക്കുറിച്ചാണ് ഞാൻ ഇനിയും പറയുന്നത്. അത് സ്വർണം ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ സമയത്ത് അല്ലെങ്കിൽ ദീർഘകാല നിക്ഷേപമായിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ആസ്തിയുടെ ഭാഗമാക്കാൻ പറ്റും. അതിലൊന്ന് ജ്വല്ലറി ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ജ്വല്ലറി ആണെങ്കിൽ നമുക്ക് എത്ര ശതമാനം റിട്ടേൺ കിട്ടും? മറ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാറായിട്ടോ കോയിനായിട്ടോ വാങ്ങിച്ചു വെച്ചാൽ ശരിയാവുമോ? ETF-കളായിട്ട് നമുക്ക് ചെയ്താൽ പറ്റുമോ? ഗോൾഡ് ഫണ്ടുകളായിട്ട് ചെയ്താൽ പറ്റുമോ? സോവറിൻ ഗോൾഡ് ബോണ്ടായിട്ട് പറ്റുമോ? ഇതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിൽ നമ്മൾ അറിയാം, 1 ലക്ഷം രൂപയുടെ സ്വർണം നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുക. 1 ലക്ഷം രൂപ നമ്മൾ സ്വർണം 1 ലക്ഷം രൂപയുമായിട്ട് നമ്മൾ ജ്വല്ലറി പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് 20% പണിക്കൂലിയോ അല്ലെങ്കിൽ അതിൻ്റെ കിഴിവോ അല്ലെങ്കിൽ തേയ്മാനമോ നമ്മൾ പരിഗണിക്കാം. രണ്ടാമത് അതിൻ്റെ GST ഒരു 3.25% പരിഗണിക്കാം. അങ്ങനെ നമ്മൾ പരിഗണിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആസറ്റ് അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ യഥാർത്ഥ ഗോൾഡിന്റെ വാല്യൂ അല്ലെങ്കിൽ ഗോൾഡിന്റെ തൂക്കം എന്ന് പറയുന്നത് 76,750 രൂപയുടെ ഗോൾഡ് ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത്. 76,750. ആ 76,750 ആയിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ GST കിട്ടില്ല. തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ തേയ്മാനം പരിഗണിക്കും, പണിക്കൂലി കൺസിഡർ ചെയ്യില്ല. അവിടെയാണ് നഷ്ടം ഉണ്ടാകുന്നത്. അവിടെ അങ്ങനെയാണെങ്കിൽ ഈ 76,750 രൂപ തിരിച്ച് 1 ലക്ഷം ആകാൻ ഏറ്റവും കുറഞ്ഞത് ഗോൾഡിന്റെ ശരാശരി വളർച്ചയനുസരിച്ച് 4 വർഷം എടുക്കും നമ്മൾ ഇട്ട കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി. അപ്പം ഗോൾഡ് ഓർണമെന്റ്സ് ആയിട്ട് ഗോൾഡ് ആഭരണം എന്നുള്ള നിലയിൽ നല്ലതാണ്. പക്ഷേ ഗോൾഡ് ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് മണ്ടത്തരമാണ് എന്ന് തന്നെ പറയാം. രണ്ടാമത് നമുക്ക് പറയാനുള്ളത് ഗോൾഡിന് മറ്റെന്താണ് ഓപ്ഷൻ ഉള്ളത്? ഗോൾഡ് അതോടൊപ്പം തന്നെ നമുക്ക് ലോക്കർ ചാർജ് ഉണ്ട്. നമ്മൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഏറ്റവും വലിയൊരു വെല്ലുവിളി നമ്മളിത് എങ്ങനെ സൂക്ഷിക്കും എന്നുള്ളതാണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് പരിഹാരമായിട്ടുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു ചില ഉപാധികൾ, ഒന്ന് ഗോൾഡിൻ്റെ ഫണ്ടുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF-കൾ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുണ്ട്. വളരെ കുറഞ്ഞ ചിലവിൽ
നമുക്ക് ഡിമാറ്റ് വഴി വാങ്ങാൻ സാധിക്കും ഗോൾഡ് ETF-കൾ. അതുപോലെ ഗോൾഡ് ബീസ് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഗോൾഡിനെ അണ്ടർലൈൻ ചെയ്യുന്ന മറ്റ് ചില ഉപാധികളാണ്. RBIയുടെ ഒരു പ്രോഡക്റ്റ് സോവറിൻ ഗോൾഡ് ബോണ്ട് ഉണ്ട്. ഇന്ന് അത് പുതുതായിട്ടുള്ള സോവറിൻ ഗോൾഡ് ബോണ്ട് അവർ പുറത്തിടുന്നില്ല. കഴിഞ്ഞ മാർച്ചിന് ശേഷം RBI SGB സോവറിൻ ഗോൾഡ് ബോണ്ട് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത് അവൈലബിൾ അല്ല. പക്ഷേ സെക്കൻഡറി മാർക്കറ്റിൽ സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ, വിൽക്കാൻ ആളുകളുണ്ടെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ടും അവൈലബിൾ ആണ്. അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. 2.5% പലിശ ഇങ്ങോട്ട് കിട്ടും. 8 വർഷം ഹോൾഡ് ചെയ്യുന്ന SGBക്ക് ടാക്സ് ഫ്രീയും കൂടിയാണ്. അപ്പം മറ്റ് നിക്ഷേപം എന്നുള്ള നിലയിൽ കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായും ജുവലറിയേക്കാൾ നല്ലത് മറ്റ് ചില ഓപ്ഷൻസുകളാണ്. അത് ETF-കളാണ്, ഗോൾഡ് ബീസ് ആണ്, ഗോൾഡ് ഫണ്ടുകളാണ്, മൾട്ടി അസറ്റ് ഫണ്ടുകളാണ്, അതോടൊപ്പം തന്നെ സോവറിൻ ഗോൾഡ് ബോണ്ട് ഫണ്ടുകളാണ്.